ഒറ്റയടിക്ക് ഈ പറയുന്ന മുളകുത്തി ചാടുക എന്ന് പറയുന്ന പോലെ അപ്പുറത്തേക്ക് ചാടിയിരിക്കുകയാണ് ജി സുകുമാരൻ നായർ. പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ജി സുകുമാരൻ നായർ സർക്കാരിൻ്റെ പാളയത്തിലേക്ക് മാറിയതാണോ അതോ സർക്കാർ NSSൻ്റെ പാളയത്തിലേക്ക് മാറിയതാണോ എന്നൊരു സംശയമുണ്ട്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ എല്ലാത്തിനും ഒരു വിധേയപ്പെടുന്ന സ്വഭാവം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. PS പ്രശാന്ത് പറയുകയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മുഷ്ടി ചുറ്റി വിളിച്ചതിൽ ഖേദപ്രകടനം. മറ്റു വിമർശനങ്ങൾക്ക് സ്ഥാനമില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും NSSൻ്റെ നിലപാട് SNDPയുടെ നിലപാടും വലിയ തോതിൽ സർക്കാരിന് അനുകൂലമാകുന്നു. BJPയെയും കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തുകയാണ്, അവരുടെ നിലപാടാണ് ശരിയല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് സുകുമാരൻ നായർ നിൽക്കുന്നു. സുകുമാരൻ നായർ LDFനോട് ചേരുന്നു. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആകെ ഒരു കുഴഞ്ഞു മറിയലാണല്ലോ. നമ്മളൊന്ന് ഇത്തിരി സൂക്ഷ്മമായിട്ട് ഈ രാഷ്ട്രീയത്തെ പരിശോധിച്ചാൽ നമുക്ക് തോന്നുക ഇടതുപക്ഷ സർക്കാരിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഒരു സോഷ്യൽ എൻജിനീയറിങ് വർക്ക് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കണം NSSും അതുപോലെ SNDPയും ഒക്കെ പിണറായി വിജയൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിന്ന് പോകുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ സൂക്ഷ്മ രാഷ്ട്രീയ പരിശോധനയിൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? സർക്കാർ എല്ലാ നിലപാടുകളും എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത് വിഴുങ്ങി, സമ്പൂർണ്ണമായിട്ട് വിഴുങ്ങി. NSSും SNDPയൊക്കെ പറഞ്ഞത് മുഴുവനായിട്ട് കേൾക്കുന്ന തരത്തിലേക്ക് ശബരിമല വിഷയത്തിൽ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അതാണ്. അതായത് ശബരിമല വിഷയത്തിൽ സർക്കാർ നേരത്തെ എടുത്തിരുന്ന നിലപാട് സുപ്രീം കോടതിയുടെ നിലപാടിനെ ന്യായീകരിക്കുന്നത് തന്നെയായിരുന്നു. എന്നുവെച്ചാൽ സ്ത്രീ പ്രവേശനം അനുവദിക്കണം എന്നുള്ള നിലക്കായിരുന്നു. അതിൻ്റെ തുടർച്ചയായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മളുടെ നവോത്ഥാന മുതലും മറ്റുമൊക്കെ നിർമ്മിച്ചത്. അതൊക്കെ തകർന്ന് തരിപ്പണമായി അവസാനം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് സുകുമാരൻ നായർ അന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ശബരിമല വിഷയത്തിൽ അദ്ദേഹത്തിന് വേറിട്ട നിലപാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഒരു വ്യത്യാസ കാര്യത്തിലില്ല. അവിടെ സ്ത്രീകളെ കയറ്റാൻ പാടില്ല, ആചാരം ലംഘിക്കപ്പെടാൻ പാടില്ല. ഇതൊക്കെയാണ് സുകുമാരൻ നായരുടെ അന്നത്തെ വാദവും ഇന്നത്തെ വാദവും. പക്ഷേ എന്തുകൊണ്ട് ആ സുകുമാരൻ നായരും സർക്കാരും ഒപ്പമാണെന്ന് വെച്ചാൽ സർക്കാർ സുകുമാരൻ നായർ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. പക്ഷേ അതങ്ങനെ അല്ലാതെ വരുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ BJP വിമർശിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമാണ് അതിൻ്റെ വ്യത്യാസം. ബാക്കിയുള്ള കാര്യത്തിൽ എന്ത് വ്യത്യാസമുള്ളത്? സർക്കാർ അങ്ങനെ തന്നെ പോയി സുകുമാരൻ നായരുടെ കാൽക്കൽ വീണിരിക്കുന്നു. സുകുമാരൻ നായരാകട്ടെ അതിനെ അംഗീകരിക്കുകയും ആശീർവദിക്കുകയും ചെയ്തുകൊണ്ട് കോൺഗ്രസിനെയും BJPയും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരു അടിയൊക്കെ അടിച്ച് സുഖമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവിടുത്തെ സ്ഥിതി. അത് അല്ലാണ്ട് സുകുമാരൻ നായരുടെ സ്റ്റാൻഡ് മാറി നമുക്ക് പറയാൻ പറ്റില്ല. സർക്കാർ അതിൻ്റെ സ്റ്റാൻഡ് മുഴുവൻ മാറ്റിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കണം പ്രശാന്ത് എന്ത് ചെയ്തിരിക്കുന്നത്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നത് പോലെ ശരണം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യണം? ഈ അറിവില്ലാ പൈതങ്ങളെ കാത്തുരക്ഷിക്കണം സ്വാമി എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? മാപ്പപേക്ഷിക്കുന്നു. അതാണ് നമ്മൾ കണ്ടത്. എന്താണ് പ്രിയന് തോന്നുന്നത്? അതായത് ഈ സുജയ പാർവതി റിപ്പോർട്ടർ TV ഇരുന്നിട്ട് പറഞ്ഞു, സ്വാമിയെ ശരണമയ്യപ്പ എന്നല്ല, സ്വാമിയെ ഭരണമയ്യപ്പ എന്നാണ് വിളിച്ചത്. ഭരണം കിട്ടണം സ്വാമിയെ, ഭരണം വേണം എന്നുള്ള നിലവിളിയാണ് ഇതെന്ന് പറയുന്നത്. ശരിയായ വിശകലനമായിട്ട് എനിക്ക് തോന്നി. ഒരു പരിഹാസ രൂപേണാണെങ്കിലും ശരിയാണ്. ഈ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കടിപിടിയായിട്ടാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ പറയുന്ന രണ്ടുപേരും സർക്കാരിനെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് നേരെ സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. എന്നിട്ട് വലിയ വിവാദപരമായ ചോദിക്കുകയാണ്, താഴ്ന്ന ജാതിക്കാരനായ ഞാൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതാണോ കുറ്റം? അതെനിക്ക് കാറിൽ കയറാനുള്ള യോഗ്യതയില്ലേ? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് കുറേ കൂടെ ചേരുന്നു. CPMന് മനസ്സിലായി ഇനി എന്തായാലും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ പോകുന്നില്ല. കുറേ ക്രിസ്ത്യാനികളുടെ വോട്ടൊക്കെ ഇതാ BJP പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ബാക്കി കുറേ കോൺഗ്രസിലേക്കും പോകും. വല്ലതും കിട്ടിയാലായി ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന്. എന്നാൽ ഈ മുസ്ലിം സമൂഹം ഏതാണ്ടൊക്കെ കൈയൊഴിഞ്ഞ മട്ടാണ് എന്നുള്ളത് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിന് ശേഷം പോസ്റ്റ് അയ്യപ്പ സംഗമം എറ എന്ന് പറയുന്നത് CPMൽ നിന്നും ഇസ്ലാമിക സമൂഹം ഏറെ അകന്ന സാഹചര്യമായിരിക്കും. അപ്പോൾ ഹിന്ദു വോട്ട് കൊണ്ട് മുന്നേറാമെന്നുള്ളൊരു ലക്ഷ്യമാണ് CPM മുന്നിൽ കാണുന്നത്. അത് BJPയുടെ പങ്കിൽ നിന്നും കൂടി കുറച്ച് കിട്ടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. NSSന് SNDPയും NSSൻ്റെ ഭൂരിഭാഗം ആൾക്കാരും BJPക്കാരല്ല. നായന്മാരിലേറിയ പങ്കും കോൺഗ്രസുമായിട്ട് അനുഭാവം പുലർത്തുന്നവരാണ്. ഇപ്പോൾ ചെറിയ മാറ്റമൊക്കെ വന്നു തുടങ്ങിയെന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സമുദായത്തിൻ്റെ വോട്ട് അപ്പാടെ കിട്ടാൻ, ഈഴവ വോട്ട് ചോർന്നു പോകാതിരിക്കാൻ, ഇതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ളൊരു ശ്രമമല്ലേ ഇപ്പോൾ നടത്തിയത്? അല്ല, ആ ശ്രമങ്ങൾ വിജയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്.
ശബരിമല വിഷയത്തിൽ പുതിയ നയങ്ങളിലേക്കോ പോയ തീരുമാനങ്ങളിലേക്കൊക്കെ സർക്കാർ പിണറായി വിജയനൊക്കെ പോകുന്ന സമയത്ത് സി പി എമ്മിനകത്തെ വളരെ പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാട് പുലർത്തിയിരുന്ന പല സഖാക്കളും എന്നോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് എന്ത് അബദ്ധമാണ് ഈ കാണിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. നഷ്ടപ്പെട്ട മുസ്ലിം വോട്ട് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഈഴ വോട്ടുകൾ തിരിച്ചു പിടിക്കാനോ ഇതുകൊണ്ട് സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് സി പി എമ്മിൻ്റെ വോട്ട് സി പി എമ്മിന് കിട്ടണമെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്യാരക്ടറുണ്ട്, അതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം, അതിൻ്റെ രാഷ്ട്രീയ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് ഇക്കാലം വരെയും എന്താണോ അത് പിന്തുടരുന്നതെന്ന് അതുപോലെ പിന്തുടർന്നാൽ മാത്രമാണ് അവർക്ക് അവരുടെ വോട്ട് നിലനിർത്താനായിട്ട് കഴിയുള്ളൂ. കാരണം വോട്ട് വാങ്ങുന്നതിന് വേണ്ടി പാർട്ടി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓഫർ സമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴല്ല, പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയം അതെന്തായിരുന്നു? അത് തൊഴിലാളി വർഗ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെയും അതേപോലെ അധസ്ഥിതരായിട്ടുള്ള മനുഷ്യരുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടവുമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അതൊന്നും അല്ല ഇപ്പോൾ ചെയ്യുന്നത്, അതൊന്നും ചെയ്യുന്നേ ഇല്ല. ഇപ്പോൾ കേരളത്തിലെവിടെയും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ സമരങ്ങൾ നടക്കുന്നിടത്ത് നമ്മൾ ചെന്നാൽ സി പി എംകാരെ കാണാൻ പറ്റില്ല. കാരണം സി പി എം ഭരണപക്ഷമാണ്. സമരങ്ങളൊക്കെ ഭരണപക്ഷത്തിനെതിരായിരിക്കും ആര് ഭരിച്ചാലും. കാരണം ഭരണത്തിൻ്റെ പോരായ്മകൾ കൊണ്ടാണ് സമരമുണ്ടാകുന്നത്. സമരത്തിന് നിദാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് ഭരണത്തിൻ്റെ പോരായ്മ കൊണ്ടാണ്. ഓരോ സ്ഥലത്തും ആ പ്രശ്നങ്ങൾ ഉയർത്തി ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ അവിടേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് സി പി എം തയ്യാറാവില്ല. സി പി എം പോകാൻ പാടില്ല എന്ന് സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വർക്ക് നിർദ്ദേശം കൊടുക്കും. അവിടെയുള്ള പ്രാദേശിക സഹാക്കൾക്കൊക്കെ ആഗ്രഹം ആ സമരത്തിൽ പങ്കെടുക്കും. കാരണം അത് ശരിയായിരിക്കും. അങ്ങനെയുള്ള ശരിയായിട്ടുള്ള സമരങ്ങളിലൊന്നും ഇടപെടാൻ ഒരിക്കലും ഇപ്പോഴത്തെ സി പി എമ്മിന് സാധ്യമല്ലായിത്തീരുന്നത്. സി പി എമ്മിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ഭരണത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഭരണത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സി പി എം പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് സി പി എമ്മിൻ്റെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ അവരൊക്കെ തന്നെ അതിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് അയ്യപ്പ ശരണം വിളി നടത്തിയാൽ ആ വോട്ടുകൾ തിരിച്ചു വരുമോ? തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ല. ആ വോട്ടുകൾ തിരിച്ചു വരണമെങ്കിൽ എന്തുകൊണ്ട് ആ വോട്ടുകൾ ഇവിടെ നിന്ന് പോയി എന്ന് പരിശോധിക്കുകയും അതിൽ കറക്ഷൻ നടത്തുകയും ചെയ്യണം. അത് നടത്താതെ അത്തരം വോട്ടുകൾ തിരിച്ചു വരും എന്നത് രാഷ്ട്രീയ മണ്ടത്തരം മാത്രമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അതിനെ മാത്രം ആശ്രയിച്ചല്ല അയാൾക്ക്. നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ കേന്ദ്രീകരിച്ച് കൂടിയാണ് നിൽക്കുന്നത്. ഇവരിപ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ ശാഠ്യങ്ങളും നിഷ്ഠകളും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ മാത്രം കേന്ദ്രീകരിക്കുകയും അങ്ങനെ എങ്ങനെ നായരെ കൂട്ടാം, എങ്ങനെ ഈഴവനെ കൂട്ടാം, എങ്ങനെ മുസ്ലിമിനെ കൂട്ടാം, എങ്ങനെ ക്രിസ്ത്യാനിയെ കൂട്ടാം, ഇതൊന്നും അല്ലാത്തവന്മാരെ എങ്ങനെ കൂട്ടാം, ദളിതരെ കൂട്ടാം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഇപ്പോഴത്തെ ഈ പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടതുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യം, കറണ്ട് സിറ്റുവേഷൻ, ഇന്നാണ് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതെങ്കിൽ എങ്ങനെയാവും കേരളത്തിൻ്റെ അവസ്ഥ? അല്ല, പൊതുവേ നമ്മൾ കരുതുന്ന പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ശക്തമാണ്. സർക്കാർ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ കൂടുതൽ ചീത്ത കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ അവർ ചെയ്തു വെച്ച നല്ല കാര്യങ്ങളെപ്പോലും അവർ റദ്ദ് ചെയ്തുകൊണ്ട് ചീത്ത കാര്യങ്ങളുടെ പ്രവാചകരും പ്രവർത്തകരുമായിട്ട് അവർ മാറിത്തീരുകയും അങ്ങനെ വരുന്ന സമയത്ത് അവർക്കെതിരെ ഭയങ്കര വെറുപ്പ് ഉയരുകയാണ് ചെയ്യുന്നത്. ആ വെറുപ്പ് വോട്ടായി പ്രകടമാക്കപ്പെട്ടാൽ ഈ സർക്കാർ താഴെ വീഴുമല്ലോ, തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാലും കുറേ മുമ്പ് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിലും ഇനി കുറച്ച് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് നടന്നാലും ഈ ഭരണത്തെ മാറ്റാനായിട്ടുള്ള ഒരു ത്വര എന്ന് പറയുന്നത് ശക്തമായിട്ട് പലയിടങ്ങളിലുമുണ്ട്. അത് പ്രതിഫലിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഇവരുടെ പ്രവർത്തനത്തെ മാത്രം നമുക്ക് കേന്ദ്രീകരിച്ചിട്ട് കാര്യമില്ല. ഇനി അപ്പുറത്ത് കുറേ ആൾ നിൽക്കുന്നുണ്ട്, കോൺഗ്രസും ബി ജെ പി എന്നൊക്കെ പറഞ്ഞു. ഇവന്മാരെന്ത് ചെയ്യണം? നമ്മുടെ സമൂഹത്തിനകത്ത് സൃഷ്ടിപരമായിട്ട് സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വികാരത്തെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ സുസംഘടിതമായിട്ടുള്ള പ്രവർത്തനം നടത്താനും പ്രോജക്റ്റുകൾ മുന്നോട്ട് വെക്കാനും അവരുടെ അടുത്തുണ്ടോ? ഒന്നും നമ്മൾ കാണുന്നില്ല. ഇതിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഭരണകക്ഷി എന്ന് പറയുന്നവർ ആശ്വാസം കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രതിപക്ഷത്തിൻ്റെ കഴിവില്ലായ്മ, തമ്മിൽ തല്ല്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനായിട്ട് കഴിയില്ല. ഈ പ്രതിപക്ഷത്തെ മാറ്റി നിർത്തി ഭരണപക്ഷത്തെ മാത്രം എടുത്തുകൊണ്ട് പ്രിയം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പിൽ ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ ഭരണകക്ഷി തോൽക്കും എന്നുള്ളതാണ്. അവർ ജയിപ്പിക്കുന്ന ആരായിരിക്കും? കോൺഗ്രസോ അല്ലെങ്കിൽ ബി ജെ പിയോ ആണ്. അവർ രണ്ടും കണക്കാണ്. ബി ജെ പിയുടെ സാധ്യത കുറവല്ലേ? അല്ല, ബി ജെ പി ഞാൻ പറയുന്നത് ഈ ഒരു ആൾട്ടർനേറ്റീവ് വേണമെങ്കിൽ ആ ആൾട്ടർനേറ്റീവ് പവറായിട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടേ. അത് രണ്ടിനും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും വീണ്ടും ഇവർ ജയിക്കാനായിട്ടുള്ള സാധ്യത വർദ്ധിക്കുന്നത്.
അവരാണ് ഇവരെ ജയിപ്പിക്കുന്നത് നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം അവരൊന്നും ചെയ്യുന്നില്ല. അവരുടെ ധാരണ ഇവർ ചെയ്ത് നശിച്ച് ജീർണിച്ച് അവരെ വിളിച്ച് ഭരണത്തിൽ കയറ്റും ആളുകൾ എന്നാണ്. അങ്ങനെ ആളുകൾക്ക് കയറ്റാനായിട്ട് പറ്റില്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതെ. അപ്പോൾ അവർ കുറച്ചും കൂടി ആക്റ്റീവ് ആവുകയും അവരുടെ പ്രവർത്തനങ്ങൾ കുറേ കൂടി ക്രിയേറ്റീവ് ആവുകയും ചെയ്താൽ ഈ ഭരണത്തിൽ നിലനിൽക്കുന്ന കക്ഷിയോട് കാണിക്കുന്ന ഒരു ജനത്തിൻ്റെ ഒരു അപ്രീതി അതിനെ ടാപ്പ് ചെയ്യാനും ഭരണത്തിൽ നിന്ന് ഒരു പോകാനും കാരണമായി തീരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.